ഇത്രയും വെയിറ്റ് ഞാൻ ഇവിടെ വേറെ സപ്പോർട്ടോ കാര്യങ്ങളോ വെച്ചിട്ടില്ല. ഇത് 2 വീക്സ് ആയതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനും എൻ്റെ ഫാമിലി പിന്നെ ഇവിടെ വരുന്ന ഓരോ ആൾക്കാരും ഇത് കഴിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇതെല്ലാം ഹോൾഡ് ചെയ്യാൻ ഇത് കണ്ടോ, ഇത് ഇത്രയും വന്ന് നല്ല അടിപൊളി തണ്ട് ഇതിലുണ്ട്. ഇത് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ഇത് മെച്യൂർഡായിട്ട് ഈ ലെവലിലേക്ക് എത്തും. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതിന് നന്നായിട്ട് അറിയാം. നമ്മൾ എക്സ്ട്രാ സപ്പോർട്ടിന്റെ കാര്യങ്ങൾ ഒരു സപ്പോർട്ടും കൊടുക്കുകയാണെങ്കിൽ ഒരു 5 കിലോ ഉള്ള മുന്തിരി. ഒരു മുന്തിരിക്ക് ഈ ഒരു പ്രത്യേകത ഇല്ല. ഇതിന്റെ അടിയിൽ ഈ മുന്തിരിയുടെ അടിയിൽ ഇതുപോലെ കുറെ കിഴങ്ങുകളായിട്ട് ഈ കപ്പ പോലെ ഫോം ചെയ്യും. ഇതാണ് ഇതിന്റെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരേ ഒരു നമുക്കൊരു കാണാവുന്നത്. പിന്നെ ഇതിന്റെ ഇലകൾ നല്ല ഡിഫറെന്റ് ആണ്, നല്ല സ്റ്റിഫായിരിക്കും, അതുകൊണ്ട് തന്നെ പുഴുശല്യങ്ങൾ ഉണ്ടാവില്ല. ഈ കിഴങ്ങുകൾ വെച്ച് നിങ്ങൾക്ക് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു തൈ വാങ്ങിച്ച് വെച്ചിട്ട് ഈ കിഴങ്ങുകൾ എടുക്കുക, നിങ്ങൾ വീണ്ടും ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 12 താഴത്തേക്കാണ് മുന്തിരിക്കുലകൾ വരുന്നത്. ഇത് കണ്ടോ, ഇതേ സപ്പോർട്ടിൽ മുകളിലേക്കാണ് പോയേക്കുന്നത്. ഇത് കംപ്ലീറ്റ് സാധനം ഇതിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. താഴോട്ടും മുകളിലേക്ക് എങ്ങനെ വേണമെങ്കിലും പോയി കഴിഞ്ഞാലും എത്ര വെയിറ്റ് ആണ് ഇത് ഹോൾഡ് ചെയ്തോളൂ. ഇതിന്റെ കാര്യത്തിലോട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അതായത് ബ്രോ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റെമ്പ് അതിൽ ഒരു തണ്ട് താഴോട്ട് നിൽക്കുന്നു, അതേപോലെ തന്നെ ഒരു സപ്പോർട്ടും ഇല്ല, ഈ സാധനം മുകളിലോട്ട് നിൽക്കുന്നു. അത് ഈ ഒരു കമ്പോഡിംഗ് ഗ്രേപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒത്തിരി നശിപ്പിക്കുന്നില്ല. മധുരം ഉള്ളത് പറിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മധുരത്തിലേക്ക് ഇതിന്റെ തണ്ട്, ഇതിന്റെ ഫ്രൂട്ട്, ഇതിന്റെ റൂട്ട് എല്ലാത്തിനും ഓരോ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞില്ല. ഇതാണ് ഇതിന്റെ വലിയ മെച്യൂർഡ് ആയിട്ടുള്ള ലീവ്സ്. നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ പുഴു കാര്യങ്ങൾ ശല്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് പെസ്റ്റിസൈഡ്സിന്റെ പൈസ നമ്മൾ സേവ് ചെയ്യുക. ബാക്കി എല്ലാത്തിനും ഈ പുഴു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എന്തായാലും ഫ്രൂട്ട്സിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് അതിനു വേണ്ടി ചെയ്യും. മിക്കവരും ഈ പറഞ്ഞ പോലെ സാഫ് കാര്യങ്ങൾ എനിക്കതൊന്നും ഞാൻ അധികം എൻ്റർടൈൻ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള പർപ്പസ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊട്ട് വരെയുണ്ട്. മനസ്സിലായില്ല, അതിപ്പോൾ തീരില്ല, ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങി നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ ജ്യൂസ് അടിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ടുള്ള പർപ്പസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇനി വേറെ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വിരുന്നാരൊക്കെ വരുമ്പോൾ സംഭവം ഉണ്ടാവില്ല. ഇത് അങ്ങനെ പ്രശ്നമില്ല. ഇത് 2, 3, 4 മാസം ഇപ്പൊ ഇത്രയും നാളായി, ഇനി കുറെ മാസത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ളത് ഇപ്പൊ കറന്റ് ഉണ്ട്, ഫ്ലവർ ചെയ്യുന്നുണ്ടല്ലേ. സോ അങ്ങനെ ഏതായാലും മുന്തിരിക്ക് ഏതായാലും ഉണ്ടാവില്ല വീട്ടിലുണ്ടായി. ഒരു കൊലയില് 5 കിലോയിലധികം വരുന്ന ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രേപ്സ് ആണ് നമ്മുടെ കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ്. നമ്മുടെ സ്വന്തം ആഷിൽ ബ്രോയുടെ വീട്ടിൽ നമ്മുടെ ആലുവയിലാണല്ലേ ബ്രോ? ഇത് കേരളത്തിൽ ഫസ്റ്റ് ടൈം ആണ് ഇത്? ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അല്ലേ? ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മാത്രമേ കാണാവുള്ളൂ അല്ലേ? കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം. ഇത് ശരിക്കും എന്താണിത്? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ്. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ സെമി സർക്കിളിൽ ഇത് ഇങ്ങനെ കവേർഡ് ആവും. ഇത് ഒറ്റക്കൊല. ഇത് 2 വീക്സ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നല്ല പഴുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡൊക്കെ പറിച്ചെടുത്തിട്ടുള്ള പോർഷനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതെ, നല്ല രീതിയിൽ തന്നെ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും കാണാൻ വരുമ്പോഴേ എടുത്ത് പിച്ചി നോക്കും. തീർച്ചയായും എല്ലാവർക്കും ഇത് ടേസ്റ്റിംഗ് സെഷൻ പോലെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതെ. കാരണം ഒരുവിധപ്പെട്ട വീടുകളിലെല്ലാം മുന്തിരി വെച്ചിട്ടുണ്ടാവും. 200, 250 രൂപയൊക്കെ വെച്ചിട്ട് പുളിയായോണ്ട് കഴിക്കാൻ പറ്റില്ല, നേരെ കട്ട് ചെയ്യും. അത് പക്ഷേ നോർമൽ ഗ്രേപ്സ് അല്ലേ? അതെ. അപ്പൊ മധുരം ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ടല്ല, ഇത് ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ നിന്നൊരു മാറ്റവും കാര്യങ്ങളും വരണം. പിന്നെ നല്ലതായോണ്ട് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് എക്സോട്ടിക്സ് കറന്റ് ഒരു 4 to 5 ഇയേഴ്സ് കുറെ എക്സോട്ടിക്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ബ്രോ, ഈ കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സിനെ പറ്റി എവിടെയാണ് അറിയാം? ഇത് ചെയ്യുന്ന ആൾക്കാരായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. അപ്പോ കംബോഡിയ എന്നുള്ള പേര് കൊണ്ടുകൊണ്ട് ട്രൈ ചെയ്താണ്. മേ ബി ബോൾ ഗ്രേപ്സ് ആയാലോ എന്നുള്ളൊരു. അവർക്ക് ഇത് കാഴ്ചയിട്ടില്ല, ഇത്രയും ക്വാണ്ടിറ്റി ഇത്രയും വെയിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ. ഇതിപ്പോ എത്ര വർഷമായി ഒരു ചെടി? ഇത് ശരിക്കും പറഞ്ഞാൽ 8 months ആയിട്ടുള്ളൂ. നോർമൽ ഒരു മുന്തിരി ഞാൻ കർഷകരെ പിന്നെ ഇവരുടെ അസോസിയേഷൻ എല്ലാവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാരും പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരെല്ലാരും എന്നെ വിളിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഇത്രയും പോലെ അല്ലെങ്കിൽ ഇതിന്റെ പകുതി ഒക്കെ വരണമെങ്കിൽ പോലും ഒരു 2.5 കൊല്ലം കഴിഞ്ഞാലേ നല്ല റിസൾട്ട് വരുള്ളൂ. വെറും 8 months 6 months ഫ്ലവർ ചെയ്ത്, അതാണ് പ്രത്യേകത. ആകെ ഇവിടെ ഉള്ള എല്ലാ എക്സോട്ടിക്സിലും 2 സാധനമുള്ളൂ: എല്ലുപൊടി, ചാണകപ്പൊടി. വേറെ ഒന്നും ചെയ്യാറില്ല, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാറില്ല. ഇത് ഞങ്ങളുടെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, എന്റെ വീട്ടുകാർക്ക് എന്റെ നാട്ടുകാർക്കും വേണ്ടിയുള്ള പർപ്പസ് ആണ്. കെമിക്കൽ ഒന്നും ഇല്ല, ഒരിക്കലും. അപ്പൊ ഇത് 8 മാസം കൊണ്ട് ഇത്ര വലിയൊരു അത്ഭുതമല്ലേ? തീർച്ചയായും. ഇത് നേരത്തെ കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഒരുപാട് പേർക്ക് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിപ്പോ കാര്യങ്ങളൊന്നും എവിടെയിട്ടില്ല. അതിന് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷിക്കാർ സ്റ്റാൻഡേർഡ് സൈസ് വരുമ്പോ 250 ആണ്. അപ്പൊ അതേ രീതിയിൽ തന്നെ അതേ റേഷ്യോ തന്നെ പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ടീ പ്ലാന്റ് ഒക്കെ പോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് റീപ്ലാന്റ് ചെയ്യുന്ന ഒരു
സ്പീഷീസ് അല്ല മുന്തിരി കൃഷി. ഒരുപാട് വർഷങ്ങൾ ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇയേഴ്സ് ഉണ്ട്. സോ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് ആരും വേറെ രീതിയിലുള്ള ട്രൈ ചെയ്ത് പോകുന്നില്ല. ഒരുപാട് ഇനങ്ങൾ ഇനിയും ഉണ്ടാവും, നമ്മളിവിടെ ആരും ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ്. കറന്റ് ഇപ്പോൾ 250 ഗ്രാംസിന്റെ അതേ സ്റ്റാൻഡേർഡ് റേഷ്യോ വരുന്നത് മാത്രമേ എല്ലാവരും ചെയ്യുന്നു. ഒറ്റ തൈയാണല്ലേ? ഒറ്റ തൈ. ഇതാണ് ഈ കാണുന്ന ചെടിയുടെ ചൂടുവശം അല്ലേ? ഈ ചെടിയിൽ നിന്നാണ് ഇങ്ങനെ കിളിച്ച് കയറി പോയേക്കുന്നത്. തീർച്ചയായും. ഓക്കെ, അത് നമ്മുടെ സാധാരണ മുന്തിരി പടത്തുന്ന രീതിയിൽ തന്നെയാണ് ഇതും പടത്തുന്നത്. അതെ അതെ. പിന്നെ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല രീതിയിലുള്ള പന്തലടിക്കുക. ഇത് ഇത്രയും വെയിറ്റ് വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. നോർമൽ ഒരു പന്തൽ പോലെ തന്നെ ചെയ്തത്. ഇതിന്റെ വെയിറ്റ് ഇതേപോലെ തന്നെ ഇപ്പൊ 16 കൊല്ലം നമുക്ക് ഓൾറെഡി ഉണ്ട് കറന്റ്ലി. ഇനി ഫ്ലവർ ചെയ്യുന്നുണ്ട്, മേ ബി ഇത് ഓൾ സീസൺ ആവും. സോ കറന്റ്ലി അതിന്റെ റിസർച്ച് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതിപ്പോ ഒരു ഗുണമാണ്, പിള്ളേർക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സിറ്റുവേഷനിലാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ നല്ല വെയിറ്റ്, നല്ല അടിപൊളിയുള്ള പന്തല്, നല്ല രീതിയിൽ തന്നെ പൈപ്പൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ ആയിട്ട് കാണാനും നല്ല എഫക്ട് ഉണ്ടാവും. ഒരു മുന്തിരിത്തോട്ടം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാം. കമ്പം ആ റൂട്ടിലേക്ക് ആദ്യം ഇതെന്താണ്, തൈ ആണോ? അതെ അതെ, നല്ല തൈ, ഹെൽത്തി ആയിട്ടുള്ള തൈ ഉണ്ട്. നേരെ വെക്കുക. അതിന് മുന്നേ നമുക്ക് ഇച്ചിരി ചാണകപ്പൊടി, ഗ്രോത്തിന് നല്ലതാണ് ചാണകം. ഈ ഒരു സൈസ് അതെ അതെ, തൈയായിട്ട് തന്നെയാണ്. അത് കമ്പൊന്നും അല്ലല്ലോ, ചെറിയൊരു കമ്പ്. ലീഫുള്ള കമ്പ്. ഓക്കെ ഓക്കെ. അപ്പൊ അത് കൊണ്ടുപോയിട്ട് സാധാരണ പോട്ടിലാണ് അത് മണ്ണിൽ നടുവരുന്നത്? ജസ്റ്റ് മണ്ണിൽ തന്നെ ഇതുപോലെ തന്നെ. അതെ അതെ. എന്നിട്ട് അതിന് എല്ലുപൊടിയും ചാണകപ്പൊടി മാത്രമേ ഇട്ടു. അതെ അതെ. എന്നിട്ട് ഒരു 3 to 4 months കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രൂൺ ചെയ്തു. ബ്രൂൺ എനിക്കറിയില്ലായിരുന്നു ബ്രൂൺ ചെയ്യുന്നത് പ്രോപ്പറായിട്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ബ്രൂണിങ് ഒരു 4-5 വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അതായത് മെയിൻ തണ്ട് വെച്ച് ബാക്കി ശിഖരങ്ങളെല്ലാം അത്രേ ഉള്ളൂ ബ്രൂണിംഗ് എന്നുള്ള പ്രോസസ്സ്. വേറെ ഇതിൽ എഫോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റേ എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ ഒരു 500 രൂപയിൽ താഴെ നമുക്ക് പരിപാടി നിൽക്കും. ഇതിനകത്ത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്? ടേസ്റ്റ് ഞാൻ ടേസ്റ്റിംഗ് സെക്ഷൻസ് എല്ലാം വെച്ച് ആദ്യം ഇതെല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം ഇത് ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നല്ല രീതിയിൽ പഴുക്കാണെങ്കിൽ ഇത് നല്ല രീതിയിലുള്ള ഒരു കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആവും. ആ പോർഷനിലേക്ക് എത്തി കഴിയുമ്പോൾ മധുരമാണ്. ഇത് എന്റെ മധുരമുള്ളത് സീഡ് ഉണ്ട്. ഇത് നമ്മുടെ നോർമൽ ടൈപ്പ് സീഡ് അല്ല, കുറച്ചും കൂടി വലിപ്പവും കാര്യങ്ങളുള്ള ഏകദേശം ഒരു ഗോതമ്പിന്റെ ഒക്കെ ഒരു സിറ്റുവേഷനിലേക്ക്. നല്ല കളർ സൂപ്പർ കളർ. വൈൻ മേക്കിങ്ങിനൊക്കെ നല്ലതാണ്. നല്ല കളർ വരുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ കൊല്ലയാണ്. ഇത് കണ്ടോ, ഇത് വേറെ, ഇത് ട്വിസ്റ്റ് ചെയ്താലൊന്നും പെട്ടെന്ന് ഇങ്ങനെ പയ്യെ പയ്യെ പിടിച്ച് ഒരു തേനീച്ചക്കൂടിന്റെ സമാനമായിട്ടുള്ള രീതിയിലേക്ക് എത്തും. ഇതാണ് സംഭവം. ഓക്കെ. അപ്പൊ ഇതിന്റെ കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുകൂലമാണ്. ഇതെന്നെ അറിയാലോ, മേളില് വേറെ ഷീറ്റോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല. പൊരി വെയിലത്താണ് ഇത് വെച്ചേക്കുന്നത്. എല്ലാവിധം മഴയും കൊണ്ട് സർവൈവ് ചെയ്ത് വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സജസ്റ്റ് ചെയ്യുന്നത്. പൊരി വെയിലത്താണെങ്കിൽ ഇപ്പൊ ഇത് എറണാകുളമാണ്, അത്യാവശ്യം ചൂടുണ്ട്, തണുത്ത കാലാവസ്ഥയല്ല, എന്നിട്ട് ഇതിൽ റിസൾട്ട് വന്നു. സോ അതാണ് ഇത്ര ഇമ്പാക്ട് ഉണ്ടാവുന്ന മെയിൻ റീസൺ.